നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിനകത്ത് 2 സെറ്റിങ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു വെച്ച് നോക്കിയാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഫോണിനകത്തേക്ക് വരുന്ന പരസ്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ഞാൻ കാണിച്ചുതരാം. പ്ലേ സ്റ്റോറിൽ നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പ്ലേ സ്റ്റോറിനകത്തുള്ള ഈ ഒരു സെറ്റിങ്സ് കൂടെ നിങ്ങളൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഏറ്റവും മുകളിൽ ജനറൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസസ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ ഏറ്റവും മുകളിൽ തന്നെ ഇമെയിൽ പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കാണും. താഴെ ഇമെയിൽ ഫ്രം ഗൂഗിൾ പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വരുന്ന ഓഫറുകളും അതുപോലെ തന്നെ ഓരോ ആപ്പുകളിൽ നിന്ന് വരുന്ന ന്യൂസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളും ആ ആപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങളുടെ മെയിലിലേക്കും നിങ്ങളുടെ ഫോണിലേക്കും വരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പരസ്യം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് ഇതേ സ്ഥലത്ത് തന്നെ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ. ഇവിടെ താഴെ ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഓരോ ആപ്പുകൾ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. സെർച്ച് ചെയ്യുന്ന ഡാറ്റകളൊക്കെ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുമ്പം ആ ആപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പർച്ചേസിങ് ആപ്പാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങളൊക്കെ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏത് ആപ്പാണോ സെർച്ച് ചെയ്യുന്നത് ആ ആപ്പുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിങ്ങളുടെ ഫോണിനകത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ക്ലിയർ ഹിസ്റ്ററി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പ്ലേ സ്റ്റോറിനകത്ത് സെർച്ച് ചെയ്തിരിക്കുന്ന ഡീറ്റെയിലുകളൊക്കെ ഇവിടെ വെച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെ ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ ഈ 2 സെറ്റിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് വരുന്ന പരസ്യങ്ങൾ പ്ലേ സ്റ്റോർ തന്നെ തടഞ്ഞു വെക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിനകത്ത് ചെയ്തു വെക്കേണ്ട സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.